ഹായ്. കുറേ പേർക്കുള്ള സംശയമാണ്, മൈനെ കണ്ടു കഴിഞ്ഞാൽ നല്ലതാണോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒറ്റ മൈനെ കണ്ടാൽ മോശമാണോ, രണ്ടു മൈനെ ഒന്നിച്ച് കാണണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് മൈനെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരനുഭവങ്ങളും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ പരീക്ഷിച്ച് നോക്കാറുമില്ല. ചിലപ്പോൾ നമ്മൾ മൈനകളെ കാണുമ്പം കുറേ എണ്ണത്തിനെ കൂട്ടത്തോടെ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണത്തിനെ തന്നെ കാണാറുണ്ട്. പിന്നെ ഇരട്ട മൈനേനെയൊക്കെ യാദൃശ്യമായിട്ടൊക്കെ കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ മൈനെ കണ്ടിട്ട് ഞാൻ ഒരു യാത്ര പോയതായിട്ട് എൻ്റെ ഓർമ്മയിലൊന്നും ഇല്ല കേട്ടോ. യാദൃശ്യമായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഇങ്ങനെ എല്ലാവരും പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്, രണ്ടു മൈനെ കണ്ടാൽ നല്ലതാണ്, അല്ലെ രാവിലെ എഴുന്നേറ്റ് വരുമ്പം കണ്ടാൽ നല്ലതാണെന്നൊക്കെ. പക്ഷെങ്കിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം കേട്ടോ. ഉപ്പനെ കണ്ടിട്ട് പോയാൽ ശുക്രന, നമ്മൾ പറയരുത് നമുക്ക് ശുക്രദശയാണ്. ഉപ്പനെ കണ്ടിട്ട് ഏത് വഴി പോയാലും നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന കാര്യം നടക്കും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാണേലും ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് നല്ലതേ വരത്തുള്ളൂ. അന്നത്തെ ദിവസം നമുക്ക് നല്ലതായിരിക്കും, ഐശ്വര്യം ഉണ്ടാകും. ഈ ഉപ്പനെ കാണുമ്പോഴൊരു പ്രത്യേകതയുണ്ട്. അതെന്നാന്നറിയാമോ? ഒറ്റ ഉപ്പനെ കണ്ടാലും കുഴപ്പമില്ല, രണ്ടുപ്പനെ കണ്ടാലും കുഴപ്പമില്ല, ഇനി അല്ലെ കൂട്ടത്തോടെ കണ്ടാലും ഉപ്പനെ കണ്ടാൽ നമുക്ക് നല്ലതാണ്. നമ്മൾ ഉപ്പനെ കണ്ടു കഴിയുമ്പോൾ എന്നാ ചെയ്യണമെന്നറിയാമോ? പ്രത്യേകിച്ച് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാണ് ഉപ്പനെ കാണുന്നെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിപ്പോയാലും നമ്മുടെ ആ കാര്യം നടക്കും. നമ്മൾ ഈ ഉപ്പനെ കണ്ടു കഴിയുമ്പോഴുണ്ടല്ലോ, നമ്മുടെ നടക്കാത്ത എന്തെങ്കിലും കാര്യം, അല്ലെ നമ്മൾ നടക്കണമെന്ന് ഓർക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ആ സ്പോട്ടിൽ തന്നെ മനസ്സിൽ ഓർക്കണം. ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ആ കാര്യം നടന്നിരിക്കും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞില്ലാഞ്ഞോ, എനിക്കൊരു സൈബറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു, സൈബർ സെല്ലിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ബാംഗ്ലൂർക്ക് പോകേണ്ടി വന്നു. അതിനു മുമ്പ് 2 പ്രാവശ്യം ഞാൻ പോയി, കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ പോകാനായിട്ട് ഇറങ്ങി വഴിയിലോട്ട് എന്നപ്പോഴേ ഉണ്ടല്ലോ, ഒരു ഉപ്പനിരുന്ന് ഇങ്ങനെ ഇരുന്ന് എന്തോ കൊത്തി വലിച്ച് ഇങ്ങനെ തിന്നോണ്ടിരിക്കുക. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഈ കാര്യം പോകുന്ന കാര്യം ശുഭമായിരിക്കണേന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട്. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഉണ്ടല്ലോ, ഞങ്ങളുടെ കേസ് ആദ്യമേ വിളിച്ചു. അത് ഞങ്ങളുടേതെല്ലാം ശരിയാക്കി പിറക്കി ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കയ്യിൽ തന്നു വിട്ടു. ഞങ്ങൾ അന്ന് തന്നെ തിരിച്ചു പോരുകയും ചെയ്തു. ബാങ്കിൽ കൊണ്ട് കൊടുത്ത് എൻ്റെ കേസെല്ലാം ഒഴിവാക്കി കിട്ടുകയും ചെയ്തു. അപ്പം ഞാൻ നിശ്ചയിച്ചു, ഉപ്പനെ കണ്ടിട്ട് പോയാൽ നല്ലതാണ്. കാരണം നമ്മൾ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഭാഷയൊന്നും എനിക്ക് അറിയത്തില്ല. നമുക്ക് ഈ മലയാളം പറയാനല്ലേ അറിയത്തുള്ളൂ. അല്ലാതെ നമുക്ക് അവിടെ ചെന്ന് അല്ലെ നമ്മൾ പെട്ടുപോയാൽ. എന്തായാലും എനിക്ക് ഉപ്പനെ കണ്ടിട്ട് പോയിട്ട് വളരെ നല്ലതായിരുന്നു. ചിലർ പറയും 2 ഉപ്പനെ കണ്ടിട്ട് പോയാൽ ഒത്തിരി നല്ലതാണ്. പക്ഷെ ഞാനന്ന് ഒറ്റ ഉപ്പനെയാകട്ടോ കണ്ടിട്ട് പോയത്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പനെ കണ്ടിട്ട് നമ്മളൊരു കാര്യം മനസ്സിൽ നിങ്ങൾ ഇപ്പം വിചാരിച്ചു, എപ്പം ഉപ്പനെ കണ്ടാലും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചോണം കേട്ടോ. വളരെ നല്ലതാണ്, ആ കാര്യം നിങ്ങൾക്ക് നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു പക്ഷിയാണ്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഒരു ഏകദേശം കാക്കയുടെയൊക്കെ കളർ പോണക്ക് കറപ്പ. അതിനിങ്ങനെ ഇരട്ടവാലൻ. ഈ ഇരട്ടവാലനെ ഉണ്ടല്ലോ കണ്ടാലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. മൈനെ കാണുമ്പോഴത്തേത് എനിക്ക് അനുഭവമില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇരട്ടവാലനെ കണ്ടിട്ട് പോയാലും ശുഭകാര്യം. എന്നാന്ന് പറയാം, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസം അമ്മച്ചിക്ക് തീരുമാനം വയ്യ. എൻ്റെ കർത്താവേ, ഞങ്ങളുണ്ടല്ലോ അമ്മച്ചി പോയി എന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോയത്. സർവ്വ ദൈവങ്ങളെയും വിളിച്ച് കുറച്ച് ദിവസം കൂടെ എൻ്റെ അമ്മച്ചീനെ ഞങ്ങളുടെ കൂടെ തരണേന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് അത്രയ്ക്ക് ആവശ്യമായിട്ട് ഞങ്ങൾ എടുത്തുകൊണ്ടാണ് പോകുന്നത്. പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് ICUവിലൊക്കെ കയറ്റി റെഡിയായി. എൻ്റെ ദൈവമേ, 7-ാം പക്കം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അശോമയുടെ മുരിങ്ങയുടെ കമ്പയിലുണ്ടല്ലോ 2 ഇരട്ടവാലന്മാരിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ ഇരട്ടവാലനെ കണ്ടിട്ടാണ് പോയത്, എൻ്റെ അമ്മച്ചീനെയും കൊണ്ട് പോയത്. അതും എനിക്കൊരു അനുഭവമാണ്. ഇരട്ടവാലനെ കണ്ടാലും വളരെ നല്ലതാണ്. അല്ലാതെ ഇരട്ടവാലനെ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും പറയും എറിഞ്ഞു ഓടിക്കണമെന്ന്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ചില കിളികൾക്കൊക്കെ ഉണ്ടല്ലോ ചില പ്രത്യേകതകളുണ്ടെന്നേ, അതൊക്കെ നമുക്ക് ശുഭകാര്യമായിട്ട് തന്നെ വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ചോണം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുവാണേ, ആരെങ്കിലുമൊക്കെ നമ്മളോട് പറയാം നിങ്ങളുടെ കുടുംബത്ത് ഒരു ദോഷമുണ്ട്, അല്ലെ പിതൃക്കളുടെ ദോഷമുണ്ട്. പിതൃക്കൾ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവരുടെ ദോഷമുണ്ട്, ആത്മാവിന് ദോഷമുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരിടത്തും കൊണ്ടുപോയി 10 പൈസ കളയാൻ നിന്നേക്കരുത് കേട്ടോ. ഒരു ജ്യോത്സ്യന്മാർ പറയുന്ന ഹോമങ്ങളൊന്നും ചെയ്യാൻ നിന്നേക്കരുത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന, കാശ് മുടക്കി നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്കിതൊക്കെ ഒഴിവാക്കിയെടുക്കാം. എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക. നമ്മൾ ഉച്ചക്കത്തെ ചോറ് വെച്ച് വാങ്ങിയ ഉടനെ തന്നെ ഈ കാക്കയ്ക്ക് ഒരു പിടി ചോറെടുക്കുക.
അത് അത് പസ്തിലെ ചോറെടുക്കണം കേട്ടോ. എന്ന് വെച്ചിട്ട് ഒരു വാഴയില കീറിയോ അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടിയ ചിരട്ടയ്ക്കകത്ത്, അല്ലാതെ കൊണ്ട് കുപ്പയിലോട്ട് കൊണ്ടൊന്ന് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കരുതേ. നല്ല വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കന്നിമൂല സൈഡിന് ഒരു ചിരട്ടയിൽ വെള്ളവും വെച്ച് തീറ്റയും വെച്ചേച്ചിട്ട് നമ്മളിരിക്കണം. അപ്പം ഇത് കണ്ടില്ലെങ്കിൽ നമ്മളൊന്ന് കൈ കൊട്ടുവോ വിളിക്കുവോ അവിടെ ഉണ്ടാവും. സ്ഥിരം കൊടുത്തു കഴിയുമ്പം അത് അവിടെ ഉണ്ടാവും. ഇങ്ങനെ ഒരു 41 ദിവസം കൊടുത്താൽ നമ്മൾ ഈ പൃഥുക്കളുടെ ദോഷം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറിക്കിട്ടും കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും എല്ലാം ചെന്ന് നോക്കുമ്പോൾ അയ്യോ പൃഥുക്കളുടെ ദോഷമുണ്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയാം, അതിൻ്റെ ഒന്നും പുറകെ പോകാൻ നിൽക്കണ്ട കേട്ടോ. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളതുകൊണ്ട് മനസ്സിലായവരും ആകാത്തവരും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും മറ്റൊരു ദിവസം കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കേ.